നമ്മൾ കാണാൻ പോകുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഡയമെൻഷൻസ് ആൻഡ് ഡയമെൻഷണൽ അനാലിസിസ്. ഈ ടോപ്പിക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ വരുന്നത്. സോ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ ഈ ഒരു ടോപ്പിക്ക് നോക്കുക. എന്താണ് ഡയമെൻഷൻസ്? നമുക്കറിയാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെല്ലാം ഡയമെൻഷൻസ് നമുക്ക് എഴുതാൻ സാധിക്കും അല്ലെ. സോ ഈ ഡയമെൻഷൻസ് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? by writing the powers to which the fundamental units of length, mass and time must be raised to represent it. അതായത് ലെങ്തിന്റെയും മാസിന്റെയും ടൈമിന്റെയും ഈ മൂന്ന് ഫണ്ടമെന്റൽ യൂണിറ്റ്സിന്റെയും പവേഴ്സ് എഴുതി കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് കാണാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. നമ്മളിപ്പോ അതിന്റെ ഡെഫിനിഷൻ ആണ് പറഞ്ഞത്. ഓക്കെ, സോ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസ് എന്ന് പറയുന്നതും അതിന്റെ യൂണിറ്റിന്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. The dimensions of a physical quantity and that of its unit are the same. Okay, അതെപ്പോഴും ഓർക്കുക. ഇപ്പോ എന്താണ് നമ്മൾ എടുക്കുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഫോർ എക്സാമ്പിൾ ഫോഴ്സ് ആണെങ്കിൽ ആ ഫോഴ്സിന്റെ ഡയമെൻഷനും അതിനെ നമ്മൾ ഇക്വേഷൻസിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം യൂണിറ്റ് എഴുതും അല്ലെ. ആ യൂണിറ്റിന്റെ ഡയമെൻഷൻസ് എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മളിപ്പോ ആദ്യം കാണാൻ പോകുന്നത്, നമുക്കറിയാം 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ് നമുക്കുള്ളത് അല്ലെ. കാരണം എന്താ? നമുക്ക് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് ഉള്ളത്. അതിന്റെ കറസ്പോണ്ടിങ് യൂണിറ്റ്സ് ആണ് എന്ത്? ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. അപ്പോൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷൻസ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഡയമെൻഷൻസ് ഒന്ന് എഴുതി പോവാം. എന്തൊക്കെയാണ് ഡയമെൻഷൻസ് എന്ന് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് മാസിന്റെ ഡയമെൻഷൻ ആണ്. മാസ്. സോ മാസ് നമ്മൾ പറയുന്നത് എന്തിലാണ്? എം. സോ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ ബ്രാക്കറ്റ്സിലാണ് എപ്പോഴും ഡയമെൻഷൻസ് നമ്മൾ എഴുതേണ്ടത്. സോ മാസിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എം ആണ്, അത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുന്നു. ഓക്കെ, കമ്മിങ് ടു ലെങ്ത്. ലെങ്ത് എൽ ആണ്, ക്യാപിറ്റൽ എൽ ആണ്, അത് വീണ്ടും സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതാം. നൗ കമ്മിങ് ടു ടൈം. ടൈം ഇസ് മെഷേർഡ് ഇൻ സെക്കൻഡ് നമുക്കറിയാം, പക്ഷെ നമ്മൾ ടൈമിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ടി ആണ്. സോ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ഇൻ സ്ക്വയർ ബ്രാക്കറ്റ്. സോ ഈ മൂന്ന് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആയ മാസ്, ലെങ്ത്, ടൈം, ഇവരെ നമ്മൾ മെക്കാനിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് എന്നാണ് പറയുന്നത്. എന്താണ് മെക്കാനിക്കൽ ക്വാണ്ടിറ്റീസ്? അപ്പൊ അതുകൊണ്ട് തന്നെ ഡയമെൻഷൻസ് എഴുതുമ്പോൾ ഈ മൂന്ന് ഫണ്ടമെന്റൽ യൂണിറ്റ്സിന്റെ ഡയമെൻഷൻസ് വെച്ച് മാത്രമാണ് നമ്മൾ എഴുതുന്നത്. ബാക്കിയുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്നാൽ നമുക്ക് അതിന്റെ ഡയമെൻഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇലക്ട്രിക് കറന്റിന്റെ ഡയമെൻഷൻ എന്താണ്? യെസ്, ഇലക്ട്രിക് കറന്റിന്റെ ഡയമെൻഷൻ ആണ് ആംപിയർ. സോ എ. ദെൻ ടെമ്പറേച്ചർ കെൽവിൻ ആണ്, കെ. ദെൻ ലൂമിനസ് ഇന്റൻസിറ്റി. ലൂമിനസ് ഇന്റൻസിറ്റി നടക്കുന്നത് കാൻഡിലയിലാണ് അല്ലെ. സോ സി ഡി, അത് സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുക. നൗ വി ഹാവ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. മോൾ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് ഈസ് MOL അല്ലെ, സ്മോൾ ലെറ്റർ MOL. സോ അതും എന്ത് ചെയ്യുക? സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുക. സോ ഈ നമ്മളിപ്പോ ഓൾറെഡി 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെയും ഡയമെൻഷൻസ് കണ്ടു. പക്ഷെ നമ്മൾ ഇനിയുള്ള ഇക്വേഷൻസ് യൂസ് ചെയ്യുമ്പോൾ മെക്കാനിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള മാസ്, ലെങ്ത് ആൻഡ് ടൈം, ഇവരുടെ 3 പേരുടെയും ഡയമെൻഷൻസ് വെച്ച് മാത്രമേ നമ്മൾ ആൻസേഴ്സ് എഴുതുന്നുള്ളൂ. വേറെ ആരെയും നമുക്ക് ഈ ഡയമെൻഷൻ അനാലിസിസിൽ ആവശ്യമില്ല. ഓക്കെ, now coming to dimensional formula and dimensional equation. ഇതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. സോ എന്താണ് ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറയുന്നത്? ഡയമെൻഷണൽ ഇക്വേഷൻ means an equation obtained by equating a quantity with its dimensional formula. അല്ലെ, അതായത് ഒരു ഡയമെൻഷണൽ ഇക്വേഷൻ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡയമെൻഷണൽ ഫോർമുല എഴുതണം. എഴുതി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷണൽ ഇക്വേഷൻ കിട്ടും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഏരിയ. നമുക്കറിയാം ഏരിയ. അപ്പൊ നമുക്ക് റെക്ടാങ്കിളിന്റെ, സ്ക്വയറിന്റെ ഒക്കെ ഏരിയ കണ്ടുപിടിക്കാം. ശരിക്കും എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുന്നത്? ഏരിയ കണ്ടുപിടിക്കുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി പ്രോഡക്റ്റ് ഓഫ് 2 ലെങ്ത് അല്ലെ. 2 ലെങ്ത്തുകൾ. ഇപ്പൊ നമ്മൾ സ്ക്വയർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? സൈഡ് ഇൻറ്റു സൈഡ്.
റെക്ടാങ്കിൾ ആണെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ അതായത് പ്രൊഡക്റ്റ് ഓഫ് ടു ലെങ്ത് ആണ് ശരിക്കും ഏരിയ എന്ന് പറയുന്നത് അല്ലെ. സോ നമുക്ക് അതിന്റെ ഡയമെൻഷൻ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോഡക്റ്റ് ഓഫ് ടു ലെങ്ത് എന്ന് പറയുമ്പോൾ എൽ ഇൻറ്റു എൽ അല്ലേ. സോ ഡയമെൻഷൻ ഫോർമുല എങ്ങനെ വരും? എൽ ഇൻറ്റു എൽ, അതായത് ഇറ്റ് വിൽ ബി എൽ സ്ക്വയർ. ക്ലിയർ ആണോ? നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. വോളിയം. വോളിയം നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? യെസ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നുള്ള ഇക്വേഷൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് അല്ലെ. സോ അവിടെ നമ്മൾ എങ്ങനെ എഴുതും? അതിന്റെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറഞ്ഞിട്ട് വിൽ ബി എൽ ക്യൂബ്. ക്ലിയർ ആണല്ലോ? കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ, സ്പീഡ്. സ്പീഡ് ആദ്യം നമ്മൾ ഇതിന്റെ ഇക്വേഷൻ നമുക്ക് അറിയണം അല്ലെ, ഇത് കണ്ടുപിടിക്കാനുള്ള. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡയമെൻഷൻസ് ചെയ്യുന്നത്. സ്പീഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സോ ഇതിന്റെ ഡയമെൻഷൻസ് എങ്ങനെ എഴുതാം? ഡിസ്റ്റൻസ് ഇസ് മെഷേർഡ് ഇൻ ലെങ്ത് ആൻഡ് ടൈം ഇസ് മെഷേർഡ് ഇൻ സെക്കൻഡിലാണ് മെഷർ ചെയ്യുന്നത്. അതിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ടി ആണ് അല്ലെ. സോ ഈ ഡിനോമിനേറ്റർ നമുക്ക് ന്യൂമറേറ്ററിലേക്ക് ആക്കുമ്പോഴേക്കും -1 എന്നുള്ള പവർ വരും. സോ ഇറ്റ് ബിക്കംസ്, സ്പീഡിന്റെ ഡയമെൻഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എൽ ടി റേസ് ടു -1. എൽ ടി റേസ് ടു -1. ക്ലിയർ അല്ലേ? സോ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. എന്താണ് ഡയമെൻഷൻസ് എന്ന് കൂടുതൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് വെലോസിറ്റി അഥവാ പ്രവേഗം. അപ്പൊ ആദ്യമേ നമുക്ക് ഇതിന്റെ ബേസിക് ഇക്വേഷൻ അറിയണം. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന്റെ ഡയമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലെ. വെലോസിറ്റി ഈസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. സോ ഇനി നമുക്ക് ഇതിന്റെ ഡയമെൻഷൻ ഒന്ന് എഴുതി നോക്കിയാലോ. ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എല്ലിലാണ് പറയുന്നത്, ടൈം ഇസ് ടി അല്ലെ. ഇനി ടൈമിന് നമ്മൾ എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരിക. സോ വി വിൽ ഗെറ്റ് ദ ആൻസർ ആസ് എൽ ടി റേസ് ടു -1. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡയമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കുന്നത്. കമ്മിങ് ടു ദ നെക്സ്റ്റ് എക്സാമ്പിൾ, ആക്സിലറേഷൻ. എന്താണ് ആക്സിലറേഷൻ? യെസ്, ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അല്ലെ. velocity by time, change in velocity, or we can say that it is velocity by time. Okay, velocity by time. So velocity ക്ക് നമുക്കറിയാം എന്താണ് നമുക്ക് ഡയമെൻഷൻ? L t raised to -1 divided by time is t. So again, ഈ ടൈമിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരിക. So we will get the answer as L t raised to -2. So the dimension formula for acceleration is L t raised to -2. എന്താണ് ആക്സിലറേഷൻ? ആക്ച്വലി ത്വരണം എന്ന് നമ്മൾ പറയും അല്ലെ, ത്വരണം. So the formula is clear to you. നമുക്ക് അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോവാം. അടുത്തൊരു എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ വോളിയത്തിന്റെ കണ്ടു, സ്പീഡിന്റെയും കണ്ടു. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിയുടെ ആണ്. ഡെൻസിറ്റി, നമുക്ക് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ അറിയാം. എന്താണ്? മാസ് ബൈ വോളിയം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. സോ നമ്മൾ മാസിന്റെ നമുക്കറിയാം, അതിന്റെ ഇക്വേഷൻ ആദ്യം എഴുതി നോക്കുക, മാസ് ബൈ വോളിയം. ഇനി ഇതിന്റെ ഡയമെൻഷൻസ് ഇക്വേറ്റ് ചെയ്യുക. മാസ് m ആണ്, വോളിയം നമ്മൾ നേരത്തെ തന്നെ കണ്ടു, എന്താണ്? എൽ ക്യൂബ് ആണ്. സോ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലേക്ക് എടുക്കുക. സോ വി വിൽ ഗെറ്റ് ദ ഡയമെൻഷൻ ഓഫ് ഡെൻസിറ്റി ആസ് m l raised to -3. ക്ലിയർ അല്ലേ? സോ ആദ്യമേ നിങ്ങൾക്ക് ചെറിയൊരു സ്ലോ ആയിരിക്കും എഴുതാനായിട്ട്. നമ്മൾ ഓരോ ഇക്വേഷൻസ് ഒക്കെ എഴുതി നോക്കണം. കുറച്ച് സ്പീഡ് ആയി കഴിയും പിന്നെ ഇങ്ങനത്തെ ഇക്വേഷൻസ് എഴുതേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡയമെൻഷനിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ കുറച്ചുകൂടി കൂടുതൽ എക്സാമ്പിൾസ് ആണ് നോക്കാൻ പോകുന്നത്. എല്ലാത്തിന്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? വെലോസിറ്റി. നിങ്ങൾ മലയാളം മീഡിയത്തിൽ വെലോസിറ്റി എന്താ പറയുന്നത്? പ്രവേഗം എന്നാ പറയുന്നത് അല്ലെ. പ്രവേഗം, വെലോസിറ്റി. അപ്പൊ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമിനെ നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്
വെലോസിറ്റി. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. സോ ഡിസ്പ്ലേസ്മെന്റ് ഒരു വസ്തുവിന് അതിന്റെ പൊസിഷനിൽ ഉണ്ടാവുന്ന മാറ്റം, അതല്ലേ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് നമ്മള് ലെങ്ത് ആണ് പറയുന്നത് L, ടൈമിന് നമ്മൾ T. സോ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലേക്ക് എടുക്കുക. സോ വി വിൽ ഗെറ്റ് ദ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി ആസ് എന്താ കിട്ടുന്നത്? L T raised to -1. L T raised to -1. ഓക്കെ. അടുത്തത് ഫോഴ്സ് അഥവാ ബലം. ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം അല്ലെ? എന്താണ് ഫോഴ്സിന്റെ ഇക്വേഷൻ? F is equal to ma എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ഇത് പ്രകാരം മാസ് നമ്മൾ ഡയമെൻഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ക്യാപിറ്റൽ M എന്ന് എഴുതും. അതുപോലെ ആക്സലറേഷൻ നമ്മൾ ഇപ്പൊ കണ്ടു കഴിഞ്ഞു അല്ലെ? എന്താണ്? L T raised to -2. L T raised to -2. സോ ഇത് ഒരുമിച്ച് എഴുതുക. We will get the dimension for force as M L T raised to -2. ക്ലിയർ ആണല്ലോ? അടുത്തത് മൊമെന്റം അഥവാ ആക്കം. എന്തായിരിക്കും ഇതിന്റെ ഡയമെൻഷൻ നോക്കാം. മൊമെന്റം എന്ന് പറയുന്നത് അതിന്റെ യൂണിറ്റ് നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി the product of mass and velocity. Mass into velocity. അതാണ് മൊമെന്റം എന്ന് പറയുന്നത്. സോ മാസിന്റെ ഡയമെൻഷൻ M ആൻഡ് വെലോസിറ്റിയുടെ L T raised to -1 അല്ലേ? സോ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ മൊമെന്റത്തിന്റെ ഡയമെൻഷൻ എന്തായിട്ട് മാറും? We will get it as M L T raised to -1. M L T raised to -1. അടുത്തതാണ് മൊമെന്റ് ഓഫ് ഫോഴ്സ് അഥവാ ആക്കത്തിന്റെ ബലം. സോ എന്താണ് മൊമെന്റ് ഓഫ് ഫോഴ്സിന്റെ ഇക്വേഷൻ? അതിന്റെ ഇക്വേഷൻ ആണ് മൊമെന്റ് ഓഫ് ഫോഴ്സ് is equal to force into distance. Force into distance. സോ ഫോഴ്സിന്റെ ഓൾറെഡി നമ്മൾ ഡയമെൻഷൻ കണ്ടു കഴിഞ്ഞതാണ് അല്ലെ? M L T raised to -2. അല്ലെങ്കിൽ നമ്മൾ M എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്ത് രണ്ടാമത് കണ്ടുപിടിക്കുക. ഓക്കെ. ആൻഡ് ഡിസ്റ്റൻസ് നമ്മൾ എന്തിലാ പറയുന്നത്? ഡിസ്റ്റൻസ് ലെങ്ത്തിലാണ് പറയുന്നത്. സോ ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ we will get it as M. ഇവിടെ ഓൾറെഡി ഒരു L ഉണ്ട്. Again another L is coming. So it becomes L square T raised to -2. M L square T raised to -2. That is the dimension for moment of a force. അടുത്തത് ഇമ്പൾസ് അഥവാ ആവേഗം. ഇമ്പൾസിന്റെ ഇക്വേഷൻ നമുക്കറിയാം അല്ലെ? എന്താണ്? ഇമ്പൾസ് is equal to force into time. ഫോഴ്സ് ഇൻറ്റു ടൈം. ഫോഴ്സ് ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. അതിന്റെ ഡയമെൻഷൻ M L T raised to -2 into T. സോ ഇവിടെ എന്ത് സംഭവിക്കും? ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക. അതായത് M അങ്ങനെ തന്നെ എഴുതുക, L അങ്ങനെ തന്നെ വരും. ടിയുടെ കേസിൽ -2 ഉണ്ട് 1 ഉണ്ട്. സോ -2 + 1 it becomes -1. T raised to -1. So this is the dimension for impulse. M L T raised to -1. Next one is work അഥവാ പ്രവൃത്തി. വർക്കിന്റെ ഇക്വേഷൻ നമുക്കറിയാം. Work is equal to force into displacement or force into distance അല്ലേ? സോ ഇതിന്റെ രണ്ടിന്റെയും വാല്യൂസ് നമുക്ക് ഇക്വേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. സോ ഫോഴ്സ് F is equal to MA വെച്ച് ചെയ്യുക. M L T raised to -2 എന്ന് വരും. അതുപോലെ ഡിസ്റ്റൻസ് നമ്മൾ ലെങ്ത്തിൽ പറയും L. സോ ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വർക്ക് വിൽ ബി, അതിന്റെ ഡയമെൻഷൻ വിൽ ബി M L square T raised to -2. This is the dimension for work. Coming to energy. എനർജി അഥവാ ഊർജം. നമുക്കറിയാം എന്തുമാത്രം എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്രയും വർക്ക് തന്നെയായിരിക്കും അവിടെ നടന്നിട്ടുണ്ടാവുക. സോ എമൗണ്ട് ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് വിൽ ബി ഈക്വൽ ടു ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ
അല്ലെ? അപ്പൊ അതുകൊണ്ട് എനർജിക്ക് വർക്കിന്റെ അതേ ഡയമെൻഷൻ തന്നെയായിരിക്കും ഉള്ളത്. നമുക്ക് യൂണിറ്റും അതുപോലെ സെയിം തന്നെയല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഡയമെൻഷൻ എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. സോ എനർജി പ്രൊഡ്യൂസ്ഡ്, എനർജി ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് വർക്ക് ഡൺ, അല്ലെ? എന്തുമാത്രം വർക്ക് ചെയ്തു അതിനനുസരിച്ചുള്ള എനർജി ആയിരിക്കും അവിടെ ഫോം ചെയ്തത്. എമൗണ്ട് ഓഫ് വർക്ക് ഡൺ. സോ വർക്കിന്റെ ഡയമെൻഷൻ ml² T⁻² ആയതുകൊണ്ട് ml² T⁻² ആയതുകൊണ്ട് സെയിം ആയിട്ടുള്ള യൂണിറ്റ് തന്നെയായിരിക്കും ആർക്കുള്ളത്? എനർജിക്കും ഉള്ളത്. ഓക്കെ, ml² T⁻². ഓക്കെ ചിൽഡ്രൻ, നെക്സ്റ്റ് വൺ ഇസ് പവർ. പവർ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് പിടിക്കുന്നത്? പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം, അല്ലെ? വർക്ക് ബൈ ടൈം. ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യാൻ സാധിക്കുവാൻ നമുക്ക് എന്ത് പറയാം? അവിടെ പവർ കൂടുതലാന്ന് പറയാം, അല്ലെ? സോ പവർ ഇസ് ആക്ച്വലി വർക്ക് ബൈ ടൈം. സോ ഇതിന്റെ ഡയമെൻഷൻസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വർക്ക് നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞാണ് അതിന്റെ ഡയമെൻഷൻ. ദാറ്റ് ഈസ് ml² T⁻² ഡിവൈഡഡ് ബൈ ടി. സോ ഈ ടിയെ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് എടുക്കുമ്പോൾ എന്ത് പറ്റും? ഇറ്റ് ബിക്കംസ് ml² T⁻², ഇവിടെ -2 ഉണ്ട്, +-1, അപ്പൊ എന്ത് പറ്റും? ഇറ്റ് ബിക്കംസ് -3. ഓക്കെ, സോ പവറിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ml² T⁻³ -3. ക്ലിയർ?